മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാണുകയായിരുന്നു. ഒറ്റ ചോദ്യം പ്രതിപക്ഷത്തിനോട്: തികഞ്ഞോ? ഇനി ഇതിനേക്കാൾ വലിയ ക്രിസ്മസ് സമ്മാനം എന്തെങ്കിലും ഏറ്റുവാങ്ങേണ്ടതുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്നു മുതൽ രാവിലെയും വൈകുന്നേരവും ഒരു നിര നമ്മുടെ സവർണ നേതാക്കന്മാർ നിരന്നു നിന്നാണല്ലോ മുഖ്യമന്ത്രിയെ തെറിവിളി, സർക്കാരിനെ തെറിവിളി, ഇടതുപക്ഷത്തിന്റെ തെറിവിളി. അതായത് സതീശ മേനോൻ, ചെന്നിത്തല നായർ, KC നമ്പ്യാർ, ഒപ്പം മുരളീധരമാരാർ, ഇവരെല്ലാം കൂടി ചേർന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു കാര്യം ആലോചിച്ചു, അധികാരത്തിലുള്ളവരെയല്ല എന്നിരുന്നാൽ പോലും എല്ലാ ദിവസവും രാവിലെ ഇവർക്ക് മുടങ്ങാതെ ആഹാരം കഴിക്കും പോലെയാണ് വാർത്താ സമ്മേളനം. ഒരു ആവശ്യമുള്ളപ്പോൾ വാർത്താ സമ്മേളനം നടത്തുക എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ദൈനംദിനം ഞങ്ങൾ ജീവിക്കുന്നത് ഏതിലൂടെയാണ്? മാധ്യമങ്ങളിലൂടെയാണ്. അങ്ങനെ സർക്കാരിനെ കുറ്റം പറയുന്ന കാര്യത്തിൽ എല്ലാത്തിലും കൂടി ചേർത്താണ് ക്രിസ്മസിന്റെ തലേ ദിവസം, അതായത് ഉണ്ണിയേശു പിറക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് കോൺഗ്രസ്സുകാരുടെ എല്ലാത്തിലൂടെയും നെഞ്ചത്തേക്ക് ഒരു റീത്ത് വയ്ക്കുന്ന മറുപടികൾ പറഞ്ഞത്. ഇനി ഏത് വിഷയത്തിലാണ് മറുപടി പറയേണ്ടത്? അത് സോണിയാഗാന്ധിയുടെ കാര്യമാണ് കഷ്ടമായി പോയത്. ഒരു മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ ഈ ശബരിമല സ്വർണം കട്ട കള്ളന്മാരെ എന്തിന് വീട്ടിൽ കയറ്റി എന്ന് ചോദിക്കുമ്പോൾ ദേശീയ തലത്തിൽ വീണ്ടും സോണിയാഗാന്ധിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ നടത്തിയ ആ ശ്രമത്തെ അഭിനന്ദിക്കാതെ തരമില്ല. പിന്നെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ തോൽവിയോടുകൂടി പിണറായി വിജയൻ ഇതാ തകരാൻ പോകുന്നു, CPM വീഴാൻ പോകുന്നു, ഇനി രാജ്യത്തെ ഇടതുപക്ഷം ഇല്ലാതാകുന്നു എന്ന പ്രചരണമൊക്കെ നടത്തി കത്തിക്കയറി നിന്നവരുടെ മുന്നിലേക്ക് സിംഗം തനിയാ താൻ വന്നേ എന്നിട്ട് അങ്ങോട്ട് ചോദിച്ചേ: നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? നിന്റെ കാലം എത്ര ഓണം ഈ കൂടുതലുണ്ട്? ഇത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കണ്ടിട്ട് അങ്ങ് CPM തീർന്നു പോയെന്നൊക്കെ നീ കരുതുന്നുണ്ടെങ്കിൽ സതീശ, നീ പോയി ഒരു 3-4 ജന്മം കൂടി ജനിച്ചിട്ട് വാ. എന്നാൽ പോലും എൻ്റെ രാഷ്ട്രീയ പരിചയത്തിനോടൊപ്പം അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസിനോടൊപ്പം വരത്തില്ല എന്ന രീതിയിൽ മറുപടി പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയ കഥകൾക്കപ്പുറം അയാൾ എത്രമാത്രം ശക്തനാണെന്നും തോൽവികൾ കണ്ടും അനുഭവിച്ചും വളർന്ന വ്യക്തികൾക്ക് ഒരു തിരിച്ചടി നേരിടുമ്പോൾ ചിതറിപ്പോകത്തില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൃത്യമായി തെളിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ഒരു തോൽവി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരാണ് കൂടുതൽ ആശങ്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ആവലാതിപ്പെടേണ്ടത്? അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ എൻ്റെ രാഷ്ട്രീയ ഭാവിയെ തകർത്ത് കളയുമെന്ന് ഭയപ്പെടുന്നത് ആരായിരിക്കും? അത് എന്തെങ്കിലും ഒളിക്കാനുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര കസേരയിൽ ഭ്രമിച്ചിരിക്കുന്നവരായിരിക്കും. അത്തരം ഭ്രമമൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഈ മുഖ്യമന്ത്രി കസേര ജീവിത അവസാനം വരെ കൊണ്ട് നടക്കാൻ ആഗ്രഹവുമില്ലാത്തത് കൊണ്ട്, ഇതില്ലെങ്കിലും ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നുള്ള ധൈര്യമുള്ളത് കൊണ്ട് ഈ ആരോപണങ്ങൾക്കെല്ലാം വളരെ ശാന്തനായി വളരെ കൃത്യമായിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഒരു കൃത്യമായ സന്ദേശമുണ്ട്. അതായത് ഒന്നും അവസാനിച്ചിട്ടില്ല രാമ, ഇനി അഭിബി ബാക്കി ഹെ. ആ ഫൈനൽ പോരാട്ടം ഇങ്ങോട്ട് വരാനുണ്ടല്ലോ, അതിൽ കാട്ടിത്തരാമെന്നുള്ള ചങ്കൂറ്റം പിണറായി വിജയനിലുണ്ട് എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം അടിവരയിട്ട് തെളിയിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായി തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഈ ദൈനംദിനം വന്നിരുന്ന് വാചാടോപം അടിച്ച് നമുക്ക് തന്നെ അറിയാലോ, എല്ലാ ദിവസവും ഒരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മടുക്കില്ലേ? അതുപോലെയാണ് കേരളത്തിലെ പ്രതിപക്ഷക്കാർക്ക്. അവർക്ക് മടുക്കില്ല, കേരളത്തിലെ ഈ കോല് നീട്ടുന്ന മാപ്രകൾക്കും മടുക്കില്ല. ഇവരെ കണ്ടും കേട്ടും നാട്ടുകാർ മുഴുവൻ മടുത്ത് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. പിന്നെ ജീവശ്വാസം പോലെ, അതായത് ഇതോടുകൂടി അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ നിന്നെടുത്ത് ജീവശ്വാസം പോലെ നാട്ടിൽ കിടക്കുന്ന സകലമാന വിഷപ്പാമ്പുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മത നേതാക്കന്മാരുടെ വീട്ടിൽ പോയി കിടന്നു കാസ, മൗദൂദി, ജമാഅത്ത് ഇസ്ലാമി, SDPI തുടങ്ങിയവരെ എല്ലാം കൂട്ടുപിടിച്ച് നേരിയൊരു വിജയം ഒന്ന് സ്വന്തമാക്കി എന്ന് കരുതിക്കൊണ്ട് തകർന്ന് തരിപ്പണമായെന്നല്ല, 50-50 അടുത്തിട്ടേ ഉള്ളൂ എന്നൊരവസ്ഥയിലെങ്കിലും ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ട് എത്തിപ്പെടാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഈ അഹങ്കാര വർത്തമാനമൊക്കെ പറയുമ്പോൾ ആ അഹങ്കാരത്തിന്റെ മുന്നിലെന്നും ഒരംശം പോലും പതറിപ്പോവുകയോ വിറച്ചു പോകില്ല എന്ന് പിണറായി തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു രാഷ്ട്രീയ ഉരുക്ക് മനുഷ്യനെ മഷിയിട്ട് നോക്കിയാൽ അപ്പുറത്തോ ഇപ്പുറത്തോ കാണാൻ കഴിയില്ല. ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് തോൽവി എന്ന രീതിയിൽ ഇവരുടെ തന്നെ സ്പോൺസർ
സ്പോൺസേഡ് മാധ്യമങ്ങൾ ആവേശപൂർവ്വം ചോദിക്കുമ്പോൾ ഒരു വെപ്രാളവുമില്ലാതെ വളരെ ശാന്തമായി സരസമായി ആ മറുപടി പറഞ്ഞു വെച്ചതിലുണ്ട്. ഇനിയുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ചെറിയൊരു വെടിക്കെട്ട് കണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ വെടിക്കെട്ട് നടത്താനിരിക്കുന്നതേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള കപ്പാസിറ്റിയും കാര്യപ്രാപ്തിയും ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസം ആ വ്യക്തിയിലുണ്ടെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം കൃത്യമായി അടയാളപ്പെടുത്തുന്നു.